ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ ഒരു സിനിമ റിവ്യൂ ഇടാനായിട്ട് പോണേ. സിനിമ റിവ്യൂ എന്നല്ല, ഒരു വ്ളോഗ് നമ്മുടെ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ ഇടുന്നത് തന്നെ ഒരുപാട് നാൾക്ക് ശേഷമാണ്. വീഡിയോ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വയ്ക്കും, പക്ഷേ ഇടാൻ വിട്ടുപോകുന്നതിൻ്റെ മെയിൻ റീസൺ ഇതേ കണക്ക് ഫോണൊന്ന് ഓൺ ചെയ്ത് സംസാരിച്ചാൽ മതി, അതിന് മടിയാണ്. അതേ കണക്ക് തന്നെ എന്തോ സംതിങ്. ഇന്ന് മുതൽ തുടങ്ങുവാണ് വീണ്ടും. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ ഒരു സിനിമ പോയി കാണുകയുണ്ടായി. സിനിമയുടെ പേര് കരം. ഞാൻ വിനീത് ശ്രീനിവാസൻ എന്ന് പറഞ്ഞ നടന്റെയും സംവിധായകന്റെയും ഗായകന്റെയും ഒക്കെ കട്ട ഫാനാണ്. അദ്ദേഹത്തിന്റെ എല്ലാ സിനിമയും ഞാൻ ഫസ്റ്റ് ഡേ തന്നെ പോയി കാണാറുണ്ട്. അത്രയ്ക്ക് നമ്മൾ ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ കാര്യങ്ങൾ പോയി കാണുക എന്ന് പറയുമ്പോൾ നമുക്ക് അഡിക്റ്റ് ചെയ്യുന്ന ഒരു രസം ഉണ്ടാവത്തില്ലേ, അതേ കണക്കൊരു ഫീലാണ് എനിക്ക് ഉണ്ടാവുന്നത്. കാര്യം നമ്മൾ ആരാധിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ ഞാൻ സിനിമ പോയി കണ്ടു. സിനിമ നല്ല പടമായിരുന്നു. കാരണം ആദ്യം മുതൽ അവസാനം വരെ കണ്ണെടുക്കാതെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ പറയും എല്ലായിടത്തും മിക്സ്ഡ് റിവ്യൂ ആണ്, കാരണം ഒരുപാട് പ്രതീക്ഷിച്ച് പോകുന്നതുകൊണ്ടായിരിക്കും. അല്ല, ഞാൻ തീരെ മുതൽ കണ്ട പടമാണ്. എവിടെയൊക്കെ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു കണക്ഷൻ വന്നെങ്കിലും പിന്നെ എനിക്ക് ആ നായകൻ ഈസ് ഫൈൻ, കുഴപ്പമൊന്നുമില്ല. അദ്ദേഹത്തിന് മുമ്പ് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. പക്ഷേ ഓൾമോസ്റ്റ് നോക്കുവാണെങ്കിൽ നല്ലൊരു സിനിമയാണ്. ഞാൻ രാവിലെ തന്നെ പെട്ടെന്ന് ഫസ്റ്റ് ഷോന് പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നില്ല, നാട്ടിൽ ഉണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്നാണ് എനിക്ക് ഇന്നലെ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ പാരപ്പള്ളി രേവതി തിയേറ്ററിൽ ലിസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ നോക്കിയപ്പോൾ കിട്ടി, ഒരു 10:30 തന്നെയാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് നമ്മുടെ ലിജിൻ ഫ്രണ്ടാണ്, അനിയൻകുട്ടനാണ്. അപ്പോൾ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം ഇൻഫോസിസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 മണിക്ക് അദ്ദേഹത്തിന് തിരിച്ച് കയറണം, അതായത് വർക്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഓൺലൈനാണ്. അപ്പോൾ 2 മണിക്കുള്ളിൽ നമുക്ക് തിരിച്ചു കയറണം. 11:30ക്കാണ് ഷോ. ഞാൻ 10:30 ആയപ്പോഴാണ് ആലോചിച്ചത്. അപ്പോൾ പെട്ടെന്ന് ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. ഞാനപ്പോൾ പെട്ടെന്ന് ഇറങ്ങിയിട്ട് അമ്മുവിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അമ്മു പറഞ്ഞു കേക്ക് മേടിച്ചിട്ട് വരുവാണെങ്കിൽ എന്നെ സിനിമ കാണാൻ വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ കേക്ക്, കാരണം ആ തിയേറ്ററിൽ സൂപ്പർ കേക്ക് ഉണ്ട്, അപ്പോൾ കേക്ക് മേടിച്ചിട്ട് വരാമെന്നുള്ള വാഗ്ദാനവും കൊടുത്ത് ഏത് വണ്ടി പോകണം, കാരണം ആ സമയത്ത് നല്ല അത്യാവശ്യം കാലാവസ്ഥയും ഭംഗി നിൽക്കുന്നുണ്ട്. പക്ഷേ പാരപ്പള്ളിയിൽ ഇപ്പോൾ റോഡ് പണി ആയതുകൊണ്ട് നല്ല ബ്ലോക്ക് ഉണ്ടാവും. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ലിജും ജാവയായിട്ടാണ് വന്നത്. അപ്പോൾ വന്ന സമയത്ത് എനിക്ക് കാറിൽ പോയി കഴിഞ്ഞാൽ ബ്ലോക്കിൽ പെടും. കാരണം ആകെ ഒരു 10 മിനിറ്റ് സമയമുള്ളൂ. 10 മിനിറ്റ് കൊണ്ട് എന്തായാലും എത്തും, ബ്ലോക്ക് ഉണ്ടെങ്കിൽ എത്തില്ല. അപ്പോൾ എനിക്ക് സിനിമ തുടങ്ങുന്നതിന് കുറച്ച് മുമ്പേ പോകാനുള്ള താല്പര്യമുള്ളതുകൊണ്ട് ഞാൻ റിസ്ക് എടുത്തില്ല. ഞാൻ നേരെ ബൈക്കിൽ തന്നെ പോയി. അദ്ദേഹം അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ നേരെ പോയി തിയേറ്ററിൽ പോയി. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. തിയേറ്ററിൽ ആരും അങ്ങനെ ഉണ്ടായിരുന്നില്ല. പൊതുവെ ഞാൻ പ്രീമിയത്തിൽ സെൻറ്റർ ഉള്ള സീറ്റാണ് എടുക്കുന്നത്. പക്ഷേ ആ ഒരു തിയേറ്ററിൽ ആരും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അത്യാവശ്യം സെൻറ്ററിൽ തന്നെ എടുത്തു. സിനിമ തുടങ്ങിയപ്പം ആദ്യം തന്നെ നമുക്കൊരു കാര്യം മനസ്സിലായി, സിനിമ ഇങ്ങനെയൊക്കെ ആയിരിക്കും പടമെന്നുള്ളൊരു ഇത് കിട്ടി. പക്ഷേ കുറച്ച് തുടങ്ങിയ സമയത്ത് പിന്നെ അങ്ങനെ ഒരു രസം ഉണ്ടായിരുന്നു. ഒരിക്കലും അയ്യേ അല്ലെങ്കിൽ എന്ത് പടം അങ്ങനെ ഒരു ഫീലൊന്നും ഉണ്ടായില്ല. നല്ലോണം കണ്ട് തിരിച്ച് വന്നു. കാര്യം ഒരു രീതിയിലും സിനിമ ബോറടിപ്പിച്ചിട്ടില്ല. നല്ലൊരു പടമാണ്. കാരണം നല്ല മേക്കിംഗ്, നല്ല ഡയറക്ഷൻ, നല്ല സ്റ്റോറി. ഫൈൻ. നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ആ സ്റ്റോറിയൊക്കെ. ഒരുപാട് അങ്ങനെയുള്ള സ്റ്റോറി അല്ല, നമുക്കൊരു പാറ്റേൺ ആണ്. അപ്പോൾ ഞാൻ എന്താ പറയുക ഇപ്പോൾ അതിനെക്കുറിച്ച്. ഞാനിപ്പോൾ എന്ത് സൂപ്പർ ഭയങ്കര സംഭവമാണ് മറ്റേതെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും ഞാൻ ആരാധിക്കുന്ന ആളല്ലേ, അങ്ങനെയല്ലേ പറയത്തുള്ളൂ എന്ന് പറയും. സോ എല്ലാവരും പോയി കാണുക. കാരണം തിയേറ്ററിൽ കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണത്. കാര്യം OTT വരാൻ കാത്തിരിക്കേണ്ട. കാരണം അദ്ദേഹത്തിൻ്റെ പടം, വിനീത് ശ്രീനിവാസൻ്റെ പടം, ആ ഒരു എന്താ പറയുക ഇതുണ്ട്. പിന്നെ ആ ഒരു നടൻ്റെ ഇത് മാത്രമേ ഉള്ളൂ എനിക്ക്. നടനും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ സൂപ്പറായിരുന്നു. ചില സമയത്ത് ആ ഒരു കരത്തിലൊരു സൂപ്പർ പാട്ടുണ്ട്. കാരണം തിരയിലും അതേ വൈബുള്ളൊരു പാട്ടുണ്ടായിരുന്നു. അതെല്ലാം കണ്ട് ഇങ്ങനെ ആസ്വദിച്ചിരിക്കാൻ പറ്റും. രസമുണ്ടായിരുന്നു. വൗ എന്ന് തോന്നിയില്ല എങ്കിലും എന്നുള്ള ഫീൽ തോന്നിയൊന്നുമില്ല. എല്ലാവരും പോയി കാണണം. അപ്പോൾ നല്ലൊരു സിനിമയാണ്. ഓക്കെ, പിന്നെ കേക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സിനിമ കണ്ടിറങ്ങി തന്നെ പോയി കേക്ക് മേടിച്ചു. കേക്ക് തിരിച്ചുകൊണ്ടൊന്ന് കഴിച്ചു. നല്ല ടേസ്റ്റായിരുന്നു. ഓക്കെ, താങ്ക് യു.